ഹലോ, പെട്ടെന്ന് തന്നെ മുഖം വെളുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണിത്. പെട്ടെന്നൊരു 10-20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മുഖം ഒന്ന് തിളക്കിയെടുക്കണം. ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഒരു പാർട്ടികളിലോ തിളങ്ങാൻ വേണ്ടിയിട്ടെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതൊരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അതിനുശേഷം അതിൻ്റെ നീര് മാത്രം നമ്മളൊരു അരിപ്പയിൽ കൂടെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ആ നീര് ഉപയോഗിച്ചിട്ട് ആദ്യം നമ്മുടെ മുഖം ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് നന്നായിട്ട് മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്നങ്ങ് തുടച്ചളയുക. കഴുകി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ബീട്രൂട്ടിൻ്റെ നീര് പിഴിയുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചളഞ്ഞാൽ മാത്രം മതി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബീട്രൂട്ട് ജ്യൂസ്, നമ്മൾ പിഴിഞ്ഞ് വെച്ച ബീട്രൂട്ട് ജ്യൂസ് ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റെപ്പുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉറപ്പായിട്ട് അടിപൊളി റിസൾട്ടാണ് കിട്ടുക. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്തെടുത്ത ഫേസിലേക്ക് ഇത് വീണ്ടും ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ നീരും തൈരും മാത്രമാണ് ഇപ്പോൾ ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അതും കൂടി 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതും കൂടി മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതും നമ്മൾ കഴുകി കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്ക് നല്ലോണം ഒന്ന് തുടച്ച് കളയാം. രണ്ടും കഴുകേണ്ട ആവശ്യമില്ല, രണ്ടും തുടച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ 2 സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബീട്രൂട്ട് തൈര് മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ നമ്മൾ 1 ടീസ്പൂണോളം കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. കടലമാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ ഗോതമ്പ് മാവ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതൊന്ന് കട്ടിയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിലുള്ളത് കടലമാവും അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും തൈരുമാണുള്ളത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു ഫേഷ്യൽ ചെയ്യുന്ന പോലെ ജസ്റ്റ് ആദ്യം 2 സ്റ്റെപ്പ് ചെയ്തതാണ്. പിന്നെ ഇത് നമ്മൾ ഫേസ് പാക്ക് ഫേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 25 മിനിറ്റെങ്കിലും മിനിമം നമ്മുടെ ഫേസിലേക്ക് വെക്കണം. 25 മിനിറ്റിന് ശേഷം ഇതൊന്ന് നമുക്ക് കഴുകിക്കളയാം. ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് കഴുകിക്കളയാന്ന്. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ മുഖത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല നിറം വെക്കാനും അതേപോലെ തന്നെ തിളക്കം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് കേട്ടോ. ഡെയിലി ചെയ്യാനാണെങ്കിൽ മുഖം നല്ലൊരു റെഡിഷ് ഗ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഒറ്റ യൂസിലുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു പാർട്ടി ഉണ്ടെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലെല്ലാം നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്കാണ്. പിന്നെ ഇതിലങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും മുഖത്ത് അലർജി ഉണ്ടാക്കുന്നതോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട. ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കണം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.